ഹലോ എവരിവൺ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്ത് ഒരു ബേസിക് പ്രൊജക്റ്റാണ് നമ്മൾ LED ഓൺ ആൻഡ് ഓഫ്. ആൻഡ് ഓൾസോ അത് നമുക്ക് AC കണക്ട് ചെയ്ത് ചെയ്യാനൊരു മെത്തേഡും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. അന്നത്തെ ഒരു അസൈൻമെൻ്റ് ആയിട്ട് അത് നിങ്ങൾ എടുത്താൽ മതി. ഇന്ന് രണ്ട് അസൈൻമെൻ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ അസൈൻമെൻ്റ് എന്ന് പറയണത് ഇതാണ്. എന്ത് AC AC ത്രൂ എങ്ങനെ അത് കണക്ട് ചെയ്യാന്ന് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് അതൊന്നും പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്ത് ഒന്ന് ഇത് ഒന്ന് വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തരിക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. ആൻഡ് ഓൾസോ നമ്മൾ അന്നത്തെ ക്ലാസ് എന്താണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു LED ഓഫ് ആൻഡ് ഓണിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു സംഭവം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോണത്. നമ്മൾ ഇന്ന് വൈഫൈ ത്രൂ കൺട്രോൾ ചെയ്യണ ഒരു കാറാണ്, നമ്മൾ റിമോട്ട് കാറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പം അതിനാദ്യമായിട്ട് നമ്മൾക്ക് സർക്യൂട്ട് നോക്കാം. ഈ സർക്യൂട്ടിൽ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് മാത്രം നോക്കിയാൽ D1 D1 D2 D5 D6 ഇതൊക്കെ ഇതിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻ 1 ഇൻ 2 ഇൻ 3 ഇൻ 4 ആൻഡ് ഗ്രൗണ്ടിൽ കൊടുക്കുക. ആൻഡ് ഗ്രൗണ്ടിൽ കൊടുത്തതിന് ശേഷം ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് കേട്ടോ, ഈ ഗ്രൗണ്ട് ബാറ്ററി കൊടുക്കുക. അത് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കണോ. മീൻസ് നിങ്ങൾ ഷാസിൻ സാർ ക്ലാസ് എടുക്കുമ്പോൾ റോബോട്ടിക്സിൻ്റെ ക്ലാസ്സിലൊരു ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു തരാണ്ട് തന്നെ മനസ്സിലാവും എന്ന് വിചാരിക്കണോ. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഇത് സ്കിപ്പ് ചെയ്യാണ്. ആൻഡ് ഓൾസോ ഞാനിതിൽ കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. കാരണം ഞാൻ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒന്നും ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് മാത്രമേ തരുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. അതാവുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എറേഴ്സ് കിട്ടും, അപ്പം നിങ്ങളത് തപ്പും. അപ്പം നിങ്ങളത് തപ്പുമ്പോൾ എന്ത് ചെയ്യും, മീൻസ് നിങ്ങളത് തപ്പും. ആ തപ്പുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിൽ എന്താണ് എറർ ഉണ്ടായത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ളത് മനസ്സിലാവും. പിന്നെ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും വരുത്തില്ല. ഓക്കെ. അതോട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ വല്ലാണ്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ആൻഡ് ഓൾസോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് അതായത് കോഡിങ്ങിക്ക് പോകാം. കോഡിങ് ഇതൊന്നും നോക്കണ്ട, ഇത് മാത്രം നോക്കിയാൽ മതി. ഈ കോഡിൽ ഇത് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പേ, നമുക്ക് ബ്ലിങ്കിൽ പറ്റാത്ത, അതായത് IoT പ്ലാറ്റ്ഫോംസിൽ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയ്യണ കാര്യം IoT പ്ലാറ്റ്ഫോമിൽ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. അത് നമ്മളെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്കൽ ഹോസ്റ്റ് ചെയ്യണേ, അതും ESP8266 തന്നെ നമ്മൾ ആ ഒരു സാധനം ഹോസ്റ്റ് ചെയ്തിട്ട് അത് ത്രൂ നമ്മൾ കണക്ട് ചെയ്ത വൈഫൈ ത്രൂ നമ്മൾ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യണത്. അതായത് അതിൽ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താവും, അത് നമ്മളൊരു വൈഫൈ കൊടുക്കണമല്ലോ, ഇൻ്റർനെറ്റ് വേണമല്ലോ. അപ്പോൾ നമ്മൾ എന്തായിട്ടും ഏതെങ്കിലും നമ്മുടെ വീട്ടിലത്തെ വൈഫൈയോ ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിലത്തെ വൈഫൈയോ കൊടുക്കും. അപ്പോൾ ആ ഒരു വൈഫൈ ത്രൂ ആണ് ഇത് ഡാറ്റാസ് സെൻഡ് ചെയ്യും, റിസീവ് ആവുകയൊക്കെ ചെയ്യാം. ആൻഡ് ഓൾസോ ഇതിൽ നമ്മൾ പ്രോഗ്രാമും കൊടുക്കേണ്ടത്. സോ നമ്മൾ കൊടുക്കണതിനനുസരിച്ചിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ കൊടുക്കണതിനനുസരിച്ച് അത് വർക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാ മറ്റേതിൽ നോക്കിയിട്ടൊന്നും മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഇവിടെ ഉണ്ട് D1 D2 D5 D6 ഇതിക്കൊക്കെ കണക്ട് ചെയ്യേണ്ടത് ഇതുമ്പോൾ തന്നെ ഉണ്ട്. ആൻഡ് ഓൾസോ ഇതിൽ കൊടുക്കേണ്ട വേറൊരു കാര്യമാണ്, ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ എന്താക്കണം, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കണം. 1 2 3 4 5 6 7 8. ഓക്കെ. ഇതിപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡാണ് ഞാൻ കൊടുക്കണത്. ഓക്കെ. ഇനി Y27 അങ്ങനെ തന്നെ കാണും തോന്നുന്നുണ്ട്, നോക്കട്ടെ ജസ്റ്റ്. പിന്നെ ഒരു കാര്യം, നമ്മൾ കൺട്രോൾ ചെയ്യണ ഡിവൈസും ആൻഡ് ഓൾസോ ESP8266 ഒരേ വൈഫൈയിൽ കണക്റ്റ് ആയിരിക്കണം. ഓക്കെ. ഒരേ വൈഫൈയിൽ കണക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഈ ഒരു സംഭവം ഞാൻ Y27 എന്നുള്ളതും ആ ഒരു ഇതിൽ തന്നെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ വൈഫൈയും ഇതിൽ തന്നെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഇപ്പോൾ ഇത് റെഡിയായി. ഇനി നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ, അതായത് നമ്മൾ ബേസിക് ക്ലാസ്സിൽ ബേസിക് ക്ലാസ് എന്ന് പറയുമ്പോൾ
നമ്മളുടെ ആ ഒരു എന്ത് ലേറ്റ് ഓൺ ആൻഡ് ഓഫിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫയൽ കൊടുക്കണം. ഈ ഫയലില്ലെങ്കിൽ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് നിങ്ങൾ അതിൽ ഇതാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ അങ്ങനെ കൊടുക്കണം. ഓക്കെ, ആൻഡ് നിങ്ങൾ കോഡ് ചെയ്തതിന് ശേഷം എന്ത് കാട്ടണം? ഇവിടെ വന്നിട്ട് നമ്മൾ 115200 എന്നുള്ള ഒരു വണ്ടിക്ക് മാറ്റണം. അപ്പോൾ ആ ഒരു ബൗണ്ടിക്ക് മാറ്റണം. അത് എന്നാലാണ് നമുക്ക് ഇവിടെ IP ഒക്കെ ഫൗണ്ട് ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായിട്ടാണ് കമ്പൈൽ ചെയ്യേണ്ടവർക്ക് കമ്പൈൽ ചെയ്യുക, ആൻഡ് ഓൾസോ അവിടെ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുകയാണ്. കാരണം അത് ഓട്ടോമാറ്റിക്കലി കമ്പൈൽ ആവും. കണ്ടോ, കമ്പൈലിങ് സ്കെച്ച് അത് കമ്പൈൽ ആവാണ്ട് ഒരിക്കലും അപ്ലോഡ് ആവില്ല. ഓക്കെ, ആൻഡ് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാന്ന്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റീസെറ്റ് എന്ന് കാണിക്കും. ഇവിടെ റീസെറ്റ് ചെയ്യാൻ പറയും. അതായത് നമ്മളുടെ ESP8266 RST എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഒരു ബട്ടൺ ഉണ്ടാവും. അതായത് നമ്മളുടെ ഈ ഒരു നമ്മൾ ഡാറ്റ കേബിൾ കുത്തുന്ന ആ ഭാഗത്ത് തന്നെ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് കാണിക്കും. നമ്മളൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് IP കിട്ടുള്ളൂ. മനസ്സിലായോ? കണ്ടോ, ജസ്റ്റ് ഞാൻ റീസെറ്റ് ചെയ്തു. അപ്ലോഡ് ആയതിന് ശേഷം വേണം റീസെറ്റ് ചെയ്യാൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റീസെറ്റ് അമർത്തി. അപ്പോൾ ഇതവിടെ IP ഫോണ്ടായി, നെയിം Y27. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം, കോപ്പി ചെയ്യണം. ആൻഡ് ഓൾസോ ഞാനിപ്പോൾ ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യണത്. നിങ്ങൾ യൂസ് ചെയ്യണ ബ്രൗസർ എടുക്കുക, ആൻഡ് ആ ഒരു IP കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ലോഡാവാൻ ഇത്തിരി ടൈം പിടിക്കും. കാരണം നമ്മൾ ഹോസ്റ്റ് ചെയ്തിരിക്കണത് എന്തിലാണ്? ESPയിലാണ്. ESP8266 ആണ്. നമ്മളൊരു ലാപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ അല്ല ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത്രയും ചെറിയൊരു സംഭവത്തിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്തതാണ്. പിന്നെ നിങ്ങളുടെ ഇൻ്റർനെറ്റിനനുസരിച്ചിരിക്കും ഇത് വരുന്നതും ഇതൊക്കെ. ഇൻ്റർനെറ്റ് മസ്റ്റാണ്. അതായത് നമ്മൾ നെറ്റ് സ്പീഡ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോസ്റ്റ് ചെയ്ത് കുറച്ച് ടൈം പിടിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് അപ്ലോഡ് ചെയ്താൽ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അത് അപ്പോൾ എന്താ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് കാട്ടണം എന്നറിയോ? നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് നമ്മളുടെ കോഡിൽ തന്നെ വരിക, നമ്മളുടെ വൈഫൈ ആൻഡ് പാസ്വേഡ് കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. Y27 കറക്റ്റാണ്. ഇപ്പം ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ വരാത്തതെന്ന് വെച്ചാൽ എൻ്റെ ഇതിൽ എന്ത് ഈ ഒരു ഇതിൽ കണക്റ്റ് ആയിട്ടില്ല. ഞാൻ ഈ കൊടുത്ത ഈ ഹോട്ട്സ്പോട്ടിൽ ഇത് കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഹോട്ട്സ്പോട്ടിൻ്റെ നെയിമും ഇതും മാറ്റുകയാണ്. ജസ്റ്റ് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ. ഞാൻ ജസ്റ്റ് നെയിം ഷാനു എന്ന് കൊടുക്കും, ആൻഡ് പാസ്വേഡ് 1 2 3 4 5 6 7 8 9 കൊടുക്കും. ഓക്കെ, ഞാൻ അവിടെ എന്താട്ടണം? ഇവിടെ വന്നിട്ട് ഷാനു എന്ന് പേര് കൊടുക്കണം. ആൻഡ് ഇവിടെ 1 2 3 4 5 6 7 8 9 വരെ നമ്മൾ കൊടുക്കണം. ഓക്കെ, ആൻഡ് നമ്മൾ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്ലോഡ് ചെയ്ത് കഴിയണവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കണക്റ്റ് ആവണം കാണാൻ പറ്റും, ആൻഡ് അപ്ലോഡ് ആവണം കാണാൻ പറ്റും. ഞാൻ എന്താക്കണം? വൈഫൈ റീസെറ്റ് ചെയ്യണം. ഞാനിവിടെ വരുന്നു, ഇതിലെടുക്കണം, ഇത് മാറ്റണം. എന്ത് Y27 എന്നുള്ളത് പോയി ഷാൻ എന്നുള്ള നെയിം വന്നു. ഞാൻ ഇപ്പോൾ മാറ്റിയില്ലേ? ഞാൻ എന്താട്ടണം? ഇത് കണക്ട് ചെയ്യണം. ഇപ്പോൾ ലാപ്ടോപ്പ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഹോട്ട്സ്പോട്ട്, അതായത് നമ്മളുടെ ഇതും കൂടി കണക്റ്റ് ആവാനുണ്ട്.
എന്തോ ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ കണക്റ്റ് ആവണില്ല. ഓക്കെ, നമുക്ക് ഒരു പണിയാണ്, നമുക്ക് വേറൊരു ഇതിലെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, 1 സെക്കൻഡ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്തോ ഇൻ്റർനെറ്റ് ഇഷ്യൂ ആണ് തോന്നുന്നത്, നമുക്ക് കണക്ഷൻ തന്നെ കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടുണ്ട്, ഇത് ഡിസ്കണക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഷാലിം എന്നുള്ളത് വന്നു, ബട്ട് നോ ഇൻ്റർനെറ്റ് ആണ്, ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളത് കണക്ട് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് എന്താ അറിയില്ല, ഇവിടെ ഈ ഒരു ഇത് കണക്റ്റ് ആവുന്നില്ല. ഓക്കെ, ഈ ഒരു സംഭവം ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കണക്ട് ചെയ്ത ടൈമിൽ കണക്റ്റ് ആയി, ബട്ട് ഇപ്പം എന്താ അറിയില്ല, കണക്റ്റ് ആവണില്ല. ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്നറിയില്ല. മേ ബി ഹാർഡ്വെയറിന് എന്തെങ്കിലും ശരിയാ. ബട്ട് ഇവിടെ ഐ പിയും കാര്യങ്ങളും ഫൗണ്ട് ആവുന്നുണ്ട്, ആൻഡ് ഓൾസോ കണക്റ്റ് ആയി എന്ന് തോന്നുന്നു. കണക്റ്റിങ് അതാണ് സീരിയൽ പോർട്ടാണ് കണക്റ്റ് ആവുന്നത്. ഓക്കെ, ഇതിൽ പാകം ലാപ്ടോപ്പ് മാത്രമേ കണക്ട് ചെയ്ത് കാണുന്നുള്ളൂ, ഇത് കണക്റ്റ് ആവാത്ത ഇഷ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് കണക്ട് ചെയ്യുക. ആൻഡ് ഓൾസോ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐ പിയിൽ വന്നാൽ ജസ്റ്റ് ഒരു ആരോ ബട്ടൺ, ഫ്രണ്ടിലേക്ക് ഒരു ആരോ ബട്ടൺ, ബാക്കിലേക്ക് ഒരു ആരോ ബട്ടൺ. അപ്പോൾ അതിൽ ഫ്രണ്ടിലേക്ക് അമർത്തിയാൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പോകും, ബാക്കിലേക്ക് അമർത്തിയാൽ ബാക്കിലേക്ക് വരും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ആൻഡ് ഇത് എന്താണെന്ന് അറിയില്ല, ഇത് കണക്റ്റ് ഇതിൻ്റെ ESP കണക്റ്റ് ആവണില്ല, അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചു തരാത്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ആൻഡ് കോഡിങ്ങിൻ്റെ കാര്യങ്ങളും ഈ കോഡും കാര്യങ്ങളും എന്താണ് ഇതിങ്ങനെ നിൽക്കുന്നത്, കാരണം ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫോമാറ്റിലുള്ള കോഡൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ നമ്മൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഇത് പറയാണ്, എല്ലാവരോടും പറയണ ഒരു കാര്യം, നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ഞാൻ ഇന്ന് തന്ന 2 പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കുക, ആൻഡ് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.